1950-കൾക്ക് മുമ്പ് മലബാറിൽ നിന്നും തിരുവിതാംകൂറിലേക്കുള്ള യാത്ര വളരെ പ്രയാസമേറിയതായിരുന്നു. മലബാറിനെയും തിരുവിതാംകൂറിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഭാരതപ്പുഴയ്ക്ക് കുറുകെ പ്രധാനമായും ഷൊർണൂരിൽ മാത്രമാണ് ഒരു പാലം ഉണ്ടായിരുന്നത്. ഷൊർണൂർ കഴിഞ്ഞാൽ ഭാരതപ്പുഴയിൽ പൊന്നാനി വരെയുള്ള ഭാഗങ്ങളിൽ യാതൊരുവിധ പാലങ്ങളും അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. 1947 സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാരതപ്പുഴയ്ക്ക് വടക്കുള്ള മലബാർ പ്രദേശം മദ്രാസ് പ്രസിഡൻസിക്ക് കീഴിലാണ് നിലനിർത്തിയത്. മലബാറിൽ നിന്നും ഷൊർണൂർ വഴിയുള്ള തിരുക്കൊച്ചിയിലേക്കുള്ള യാത്ര സമയനഷ്ടവും ഇന്ധനനഷ്ടവും പ്രയാസം നിറഞ്ഞതുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഷൊർണൂരിന് പടിഞ്ഞാറായി ഭാരതപ്പുഴയ്ക്ക് കുറുകെ മറ്റെവിടെയെങ്കിലും ഒരു പാലം അത്യാവശ്യമായി വന്നു. അങ്ങനെയാണ് തിരുവിതാംകൂറിനെയും മലബാറിനെയും ബന്ധിപ്പിച്ച് മലബാറിലേക്കുള്ള കവാടമായി നിർമ്മിച്ച കുറ്റിപ്പുറം പാലം നിലവിൽ വന്നത്. പിന്നീടത് കുറ്റിപ്പുറത്തിൻ്റെയും ഭാരതപ്പുഴയുടെയും അടയാളമായി മലബാറിൽ തല ഉയർത്തി നിന്നു. കഥയായും കവിതയായും സാഹിത്യമായും ചരിത്രമായും ഓർമ്മകൾ അരക്കിട്ടുറപ്പിച്ച കുറ്റിപ്പുറം പാലം ഇന്നും കേരളത്തിൽ തല ഉയർത്തി നിൽക്കുന്ന പഴയകാല നിർമ്മിതി. കാലവർഷത്തിൽ കുത്തിയൊഴുകുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെ 7 പതിറ്റാണ്ടുകാലം മുഖമുദ്രയായി നിന്ന കുറ്റിപ്പുറം പാലം. മണൽ പരപ്പുകൾക്ക് മുകളിലായി വിദൂരതയിൽ നിന്ന് പോലും കാണാൻ കഴിയുന്ന ആർച്ച് പാലം. ഉയർന്നു നിൽക്കുന്ന പാലത്തിൻ്റെ കമാനങ്ങൾ എന്നും ഒരു കൗതുകമായിരുന്നു. 1949 നിർമ്മാണം ആരംഭിച്ച കുറ്റിപ്പുറം പാലം 1953 നവംബർ 11 അന്നത്തെ മദ്രാസ് പൊതുമരാമത്ത് മന്ത്രി നാടിന് സമർപ്പിച്ചത്. 1956 നവംബർ 1 ഇന്നത്തെ കേരളം അഥവാ ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം നടന്നത്. അതിനു മുമ്പ് മലബാർ പ്രദേശം മദ്രാസ് പ്രസിഡൻസിക്ക് കീഴിലായിരുന്നു. അതുകൊണ്ടാണ് കുറ്റിപ്പുറം പാലം മദ്രാസുമായി ബന്ധം ഉണ്ടായത്. വലിയ ഭാരവാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പാലത്തിൻ്റെ കാലപ്പഴക്കം കൊണ്ടുള്ള ബലക്ഷയം നമുക്ക് അനുഭവിച്ച് അറിയാവുന്നതാണ്. എന്നാലും ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്ര നിർമ്മിതിയെ സംരക്ഷിച്ച് നിർത്തുക തന്നെ വേണം. പുതുക്കിപ്പണിയുന്ന ദേശീയപാത 66 ഭാഗമായി കുറ്റിപ്പുറത്ത് ഭാരതപ്പുഴയ്ക്ക് കുറുകെയായി പഴയ പാലത്തിന് സമാന്തരമായി പുതിയ പാലങ്ങൾ വന്നപ്പോൾ കുറ്റിപ്പുറം പാലത്തിൻ്റെ പേര് തന്നെ മാറി കുറ്റിപ്പുറം പഴയ പാലം എന്നായി മാറി. കൂടുതൽ വീതിയിലും സൗകര്യത്തിലും പുതിയ പാലങ്ങൾ വന്നെങ്കിലും പഴയ പാലത്തിൻ്റെ പ്രൗഢി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഗ്രാമീണതയും ഗൃഹാതുരത്വവും നിറഞ്ഞ ഒരു സമൂഹത്തെ കീറിമുറിച്ച് അക്കാലഘട്ടത്തിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് ഭാരതപ്പുഴയ്ക്ക് കുറുകെ ഒരു പാലം പുതുതായി വന്നപ്പോൾ മലബാറിനെയും തിരുവിതാംകൂറിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് റോഡുകൾ നിർമ്മിച്ചപ്പോൾ രാപ്പകലില്ലാതെ കുതിച്ചു പായുന്ന വാഹനങ്ങളും നഷ്ടപ്പെടുന്ന ഗ്രാമീണതയും അടിസ്ഥാനമാക്കി പാലത്തെ സാക്ഷി നിർത്തി ഇടശ്ശേരി എഴുതിയ കുറ്റിപ്പുറം പാലം എന്ന കവിത എല്ലാവർക്കും സുപരിചിതമാണ്. ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രവും പ്രതീകവുമായി നിളാമണപ്പുറത്ത് തല ഉയർത്തി തന്നെ നിൽക്കും ഈ പാലം.